കഴിഞ്ഞ ദിവസം നേപ്പാളിലുണ്ടായ ഫ്ലാഷ് ഫ്ലഡിനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ട് കാണും. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാനായിട്ട്. അതായത് നമുക്കറിയാം, ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം കാരണം നമ്മളുടെ ഹിമാലയത്തിലെ ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികൾ, മഞ്ഞുപാളികൾ ഉരുകുന്നുണ്ട്. ഈ ഉരുകുന്ന മഞ്ഞുപാളികൾക്ക് നിന്നുള്ള വെള്ളം അത് അവിടെ തന്നെ ഫുൾ നദികളിലൂടെ ഒഴുകിപ്പോവാതെ അവിടെ തന്നെ ചില എന്താ പറയുക, ചിറകൾ പോലെ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഓൾറെഡി ഗ്ലേഷ്യൽ ലേക്സ് ഉണ്ട്, അതിലേക്കും ഉരുകി വീണ് അതിൻ്റെ വോളിയം കൂടും. അതുപോലെ ചിലത് പുതിയ ഗ്ലേഷ്യൽ ലേക്സ് രൂപപ്പെടാനും ഒരു പരിധിവരെ കാരണമാകും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധാരണ ഡാമുകൾ പോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള വാൾസ് അല്ല ഈ ഗ്ലേഷ്യൽ ലേക്സിനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള എർത്ത് ക്വേക്കോ ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ സ്വതവേ അതിൻ്റെ കപ്പാസിറ്റിക്ക് അധികമായിട്ടുള്ള ചെളിയും മണ്ണും വെള്ളവും ഒക്കെ വരുമ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിയ ഒരു ഗ്ലേഷ്യൽ ലേക്കിൽ നിന്നാണ് ഈ പറഞ്ഞ ഫ്ലഡ് ഉണ്ടായത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഫ്ലാഷ് ഫ്ലഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഉണ്ടാവും, പതുക്കെ വെള്ളം കയറുള്ളൂ എന്നൊരു ഇതുണ്ട്. പതുക്കെ മീൻസ് അത്ര പതുക്കെയല്ല, എന്നാലും ഇത് പക്ഷേ ഒരു സുനാമി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് കരയിൽ ഒരു സുനാമി വരുന്ന പോലെയാണ് ഈ ഗ്ലേഷ്യൽ ലേക്ക് ബേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് പറയുന്നത് ഗ്ലോഫ് എന്നാണ്, ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ്. ഇത് ഭയങ്കര ഡെഡ്ലിയാണ്. കാരണം നമുക്ക് ഒരു വാർണിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഇതുപോലത്തെ ഒരുപാട് വലിയ ഗ്ലേഷ്യൽ ലേക്സ് ഇപ്പോൾ ഹിമാലയത്തിൽ വളരെ എന്താ പറയുക, പൊട്ടാൻ സാധ്യതയുള്ള രീതിയിലുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസ് ഒരുപാട് എടുക്കേണ്ടതാണ്. അതിനെ ട്രിഗർ ചെയ്യാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും ഒക്കെ അവിടെ നടത്തണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹിമാലയം ഒരു പ്ലേറ്റ് ടെക്ടോണിക് അല്ലെങ്കിൽ സീസ്മിക് ആക്റ്റീവ് റീജിയനാണ്. എർത്ത് ക്വേക്കും ഇതിനൊരു കാരണമാവാം. സോ എന്തുകൊണ്ടും വളരെ എന്താ പറയുക, വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ഹിമാലയൻ റീജിയനും അവിടുത്തെ ആൾക്കാരും ഇപ്പോൾ ഉള്ളത്.